വണ്ടീന്റെ പണി എന്തൊക്കെയാണ് സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ പോകുന്നത്. അപ്പൊ ഞാനുണ്ട്, ജിഷ്ണുണ്ട്, അഭിരാം ഉണ്ട്, പിന്നെ നമ്മളെ ക്യാമറാമാനുണ്ട് കേട്ടോ. ഞങ്ങൾ 4 ആൾക്കാരാണ് പോകുന്നത്. 3 ആള് പോയാൽ മൂഞ്ചി പോകുന്നതല്ല, അതുകൊണ്ട് 4 ആള് പോയി നോക്കാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആടെത്തിയിട്ട് കാണാം. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ വണ്ടി വർക്കിന് കയറ്റിയ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മൂവാറ്റുപുഴ കേട്ടോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുള്ളത്. ഇതാണ് നമ്മളെ വർക്കിങ്ങിൻ്റെ ഗോഡൗൺ. ഇവിടെ ഒരുപാട് വണ്ടികൾ നിലവിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ വണ്ടി കൂടി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുവിധം ഒരു 60% പണിയെ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ടോപ്പൊക്കെ അടിച്ചിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ഉള്ളു കേട്ടോ. നമ്മൾ പിക്സൽ വർക്കാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ഡോട്ട് ലൈസറിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബെർത്ത് വരും. ആ ബെർത്തിൻ്റെ സൈഡിൽ നമ്മൾ ഡോട്ട് ലൈസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ സാധാരണ വരുമ്പോൾ തന്നെ ചെറിയ സീനറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നിലവിലെ വണ്ടീൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇനിയും കുറേ വർക്കുകൾ ഇതിൽ ചെയ്ത് തീർക്കാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 60% പണി മാത്രമേ ഇതിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു കേട്ടോ. ഇതാണ് ഇപ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഇവിടെ മെയിൻ ഗ്ലാസ് ഒന്നും വെക്കാനാണ് നിങ്ങൾക്ക് ഒരു ഇത് തോന്നാത്തത്. ഇനി ഒരു കോട്ട് പെയിൻറ്റും കൂടി ഇനി അടിക്കേണ്ട, എന്നാൽ പെർഫെക്റ്റ് ആവും. വെഡിച്ചിൽ എന്ന് വെച്ചാൽ വെഡിച്ചിൽ സാധനമാവും. പിന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള വീല് ഡ്രമ്മിലാണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ മാറ്റും. ഇതെല്ലാം അലോയ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലൊക്കെ നമ്മൾ ഡോട്ട് ലൈസറും അതുപോലെ തന്നെ പിക്സൽ വർക്കാണ് ചെയ്യുന്നത്. വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് വണ്ടി വേറെ ലെവലാക്കുന്നത്. വണ്ടി നല്ല 17 സീറ്റാണ് കേട്ടോ. പിന്നെ വണ്ടിയിൽ നമ്മൾ ജിങ്കി AC വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടീൻ്റെ എല്ലാ മെക്കാനിക് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മെയിൻ ഗ്ലാസ്, സൈഡ് ഗ്ലാസ്, അതുപോലെ തന്നെ ഇതിനുള്ളിൽ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ വണ്ടി ഇറങ്ങി ഓണത്തിന് മുന്നേ ആയിട്ട് ഇറക്കണം എന്നാണ് ആഗ്രഹം. വണ്ടി നടക്കട്ടെ, ഞങ്ങളെ പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. എങ്കിലും മാത്രമേ നമ്മളെ ഈ ഔട്ട്ലെക്സ് ട്രാവൽസ് വലിയൊരു വിജയമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു.